എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാണ് കോട്ടപ്പുറം അവിടെ കണ്ട് ഞെട്ടി. എന്നാ അടിമാലി എനിക്ക് പിന്നെ നമ്പറൊക്കെ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചോണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങൾ. ഞങ്ങൊരു ചേട്ടനാണ് ഈ ബന്ധമായിരുന്നു. അതായത് ആൾക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഞാനാണ് പകല് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബിനു അടിമാലി കോമഡിയൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർ മാജിക്കിലൊക്കെ ചെയ്യുന്ന ആളെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ബിനു അടിമാലി ഇടയ്ക്ക് കൊല്ലം സുധി ചേട്ടനോടൊപ്പം ആക്സിഡന്റ് ആയി. അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആളെ നൈസായിട്ട് രക്ഷപ്പെട്ടായിരുന്നു ബിനു അടിമാലി. അപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ ആളൊരു വളുപ്പ് കോമഡിയൊക്കെയാണ് അടിക്കുന്നത്. പിന്നെ ബോഡി ഷേമിങ് മിക്സിംഗ് ആണ് സാധനം. ഭയങ്കര എക്സ്ട്രീം ലെവലിൽ ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനതൊക്കെ അത് പലവട്ടവും വിമർശിച്ചിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ബോഡി ഷെയ്മിങ്, ഈ വളുപ്പ്, ഇതിനൊക്കെ പുറമെ ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റൊരു മുഖം എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് ഇടിച്ചു കയറി പട്ടി ഷോ കാണിക്കുന്ന മറ്റൊരു മുഖം. അതായത് ജിനേഷ് എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കും മറ്റേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ജിനേഷാണ്, ബിനു അടിമാലിയുടെ. അപ്പോൾ അതേ തുടർന്നുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ അവസാനം റൂമിൽ കയറി ഇടിച്ച ഒരു അവസ്ഥയാണ് ഈ പറയുന്ന. ഇടിക്കുകയും ക്യാമറകളും കാര്യങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ചു ഈ പറയുന്ന ജിനേഷിൻ്റെ ബിനു അടിമാലി. എന്തായാലും ആ കാര്യത്തിലോട്ട് വരുമ്പോൾ അത് ജിനേഷ് പറയുന്നതൊക്കെ കേൾക്കുന്നതിന് മുമ്പേ ബിനു അടിമാലിയുടെ ഒരു വോയിസ് ഉണ്ട്. അതിനൊക്കെ മുമ്പായിട്ട് ഈ പറയുന്ന ജിനേഷ് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രോ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞങ്ങൊരു ചേട്ടനാണ് ഈ ബന്ധമായിരുന്നു. അതായത് ആൾക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഞാനാണ് പകല് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അതായത് ആളുടെ പല്ലേപ്പ് മുതൽ, അതായത് ബാത്റൂമിൽ കൊണ്ടുപോകണ ആൾക്ക് ഞാനായിരുന്നു. ഷേവ് ചെയ്ത് പല്ലേയും കണക്ക് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ആളെ നോക്കിയായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ആളെ വീട്ടിൽ കൊണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആള് പറയണ എൻ്റെ അടുത്ത്, സുധിച്ചേണ്ട മരണ ശേഷം ആൾ പറയണത് എൻ്റെ ഇമേജ് ഇതോടുകൂടി മാറണം, ആ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി മാറണം, അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഞങ്ങൾ സുധിച്ചേണ്ട വീട്ടിൽ പോകുന്ന നടക്കാം. വീട്ടിൽ പോകുന്ന വീൽ ചെയറിൻ്റെ ആവശ്യമില്ല, ഡോക്ടർ ഓൾറെഡി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ പോയി സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കാറിനിറങ്ങുന്നത് അടക്കം അത് ക്രിയേറ്റ് ചെയ്ത സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ മഹേഷിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിക്കണേ, ഞാൻ മഹേഷിൻ്റെ വീട്ടിൽ പോകണം, നമുക്കവിടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നു. അവിടെ നിന്ന് തുടങ്ങി വീഡിയോ എടുത്തു. വീഡിയോ ലാസ്റ്റാണ് ഫോട്ടോ എടുക്കണേ. അത് കഴിഞ്ഞ് മഹേഷിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമാണോ ചോദിച്ചപ്പോൾ മഹേഷ് പറഞ്ഞു, ചേട്ടാ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ട, സ്റ്റില്ല് മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇത് സാധനം എഡിറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആളുടെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ ഒരു യൂട്യൂബ് ചാനൽ ഇടാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് മഹേഷ് ആൾ പറഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട, സ്റ്റില്ല് മാത്രം ഇട്ടാൽ മതി. അങ്ങനെ സ്റ്റില്ല് മാത്രം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആളൊരു ഫ്രണ്ട് ഉണ്ട്, അഷ്റഫ് കോട്ടപ്പുറം എന്ന് പറഞ്ഞിട്ട്. ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആളോട് പറഞ്ഞില്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിയാൻ കാര്യം. അതായത് ആളുടെ ഫ്രണ്ട്, അതായത് ഈ ഹോസ്പിറ്റലിൽ ഒക്കെ ഉണ്ടായിരുന്ന ആളുടെ ആക്സിഡന്റ് സമയത്ത് ആളാണ് കൊണ്ടുവന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ആൾ ഗൾഫിൽ നിന്ന് വന്നേക്കായിരുന്നു. അപ്പോൾ ആൾക്കൊരു യൂട്യൂബ് ചാനൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാവർക്കും ഇല്ല, അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ കൂടുതൽ ആൾക്കും ചെയ്തു കൊടുത്തു. അപ്പോൾ അതാൾ പറയണ് അത് ചെയ്ത് ശരിയായില്ല, അങ്ങനെയാണ് ഞാൻ ഈ ബന്ധം മുന്നോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ നമുക്കത് അവസാനിപ്പിക്കാം. റീസൺ അതിനകത്ത് വേറെ മാറ്ററാണ്, പക്ഷെ അതാളുടെ പേഴ്സണൽ സംഭവമാണ്, അത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആ മാറ്ററിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഒരു റീസൺ ഉണ്ടാക്കിയിട്ട് ആള് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് പിരിയാൻ കാര്യം. അപ്പോൾ ഇപ്പോൾ ജിനേഷും ബിനു അടിമാലിയും നിലവിൽ പിരിഞ്ഞു. പക്ഷേ ഈ വോയിസ് ഒന്ന് കേട്ടോക്കടെ. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചു കിടന്നപ്പോൾ അവിടെ വീൽ ചെയറിന്റെ ആവശ്യമില്ലാതെ തന്നെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എങ്ങനെ ഒരു കെട്ട് നാടകം കളിച്ചതാണ് ബിനു അടിമാലി എങ്കിൽ യു ആർ നോട്ട് എ ഹ്യൂമൻ ബീങ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു മനുഷ്യനല്ല, മനസ്സിലായ?
ഒരു മനുഷ്യനല്ല, ഒരാൾ മരിച്ച ഒരു കുടുംബം മൊത്തം തകർന്ന് അതിൻ്റെ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നാട്ടുകാരുടെ മുന്നിൽ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി വീൽ ചെയറും എടുത്തു പോയ നിങ്ങളൊരു മനുഷ്യനെന്ന് എനിക്ക് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. എന്തുവാടേ ഈ പറയുന്ന സത്യമാണെങ്കിൽ എന്തുവാടേ ബിനു അടിമാലി താങ്കൾ? സോ സാഡ്. പിന്നെ ഇതിപ്പോൾ കുറേ എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു മറുപുറം എന്ന രീതിയിൽ ബിനു അടിമാലിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടി വരും. എന്തായാലും ഇതൊരു ന്യൂസ് കട്ടിങ്ങിൽ വന്ന് സോഷ്യൽ മീഡിയ മാനേജറായ മർദ്ദിച്ചെന്ന് പരാതി, ബിനു അടിമാലിക്കെതിരെ കേസ്. അതായത് ആ മാനേജറാണ് ഈ പറയുന്ന ജിനേഷിനെ ബിനു അടിമാലി പട്ടിയെ തല്ലണ പോലെ തല്ലുകയും ചെയ്ത് ക്യാമറ ഉൾപ്പെടെ അടിച്ചു പൊട്ടിച്ച്, ഏതാണ്ട് 1 ലക്ഷം എറൗണ്ട് വരുന്ന ക്യാമറ ഉൾപ്പെടെ അടിച്ചു പൊട്ടിച്ച്. അധികാരം ആരുടെ നിങ്ങൾ? സഹതാപം ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഉള്ള പരിപാടികളും കാണിച്ച് എൻ്റെ മോനെ. എന്തായാലും ജിനേഷ് ഇനി പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്, നമുക്ക് 1 by 1 ആയിട്ട് കേൾക്കാം. എൻ്റെ പേര് ജിനേഷ്, ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ബിനു അടിമാലി. ആളുടെ സ്വഭാവം നിങ്ങളെല്ലാവരും അറിയണം. അത്രമാത്രം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് 3 വർഷം, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ്. അപ്പോൾ ആൾക്ക് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഞങ്ങൾ സൗന്ദര്യപ്പണക്കൊക്കെ വന്ന് ഞങ്ങളതെല്ലാം അവസാനിപ്പിച്ചു. അപ്പൊ ജിനേഷ് പറയുന്നത്, ജിനേഷാണ് ഈ ബിനു അടിമാലിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്സിഡന്റ് ആയതിനു ശേഷമാണ് ഇവർ തമ്മിൽ എന്തോ സൗന്ദര്യപ്പണക്കത്താൽ പിരിയുന്നത്. എന്തായാലും സൗന്ദര്യപ്പണക്കം കൊള്ളാം, പക്ഷേ കാണിച്ചു കൂട്ടിയ പരിപാടികൾ എനിക്ക് ക്യാമറ തല്ലിപ്പൊളിച്ചതും ഈ പാവത്തിന്റെ ക്യാമറ തല്ലിപ്പൊളിച്ചതും അവിടെ സഹതാപ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ കാണിച്ച ആ മൈൻഡ് കലക്കി കേട്ടോ. എന്തായാലും കലക്കി. നമുക്കൊരു അവാർഡ് തന്നെ വിളിച്ച് തരേണ്ടി വരും. എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മളെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും നമുക്ക് ചിലപ്പോൾ പരിപാടികളൊന്നും വലുതായിട്ട് അറിയത്തില്ലേ, നമ്മൾ വേറെ ഒരാളെ ഏൽപ്പിക്കും, അവർ നന്നായിട്ട് നോക്കിക്കോളും, അവർക്ക് അറിയാവുന്ന പോലെയൊക്കെ അവർ സെറ്റ് ചെയ്യും. പക്ഷേ അവരുമായിട്ടൊക്കെ ഇങ്ങനെ സൗന്ദര്യപ്പണക്കം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് സ്വന്തമായി അറിയാം എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ നിന്നെ ഇനി വേണ്ട എന്നുള്ളൊരു കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞതാ. നമുക്ക് നോക്കാം. 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കണേ, ആളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തുകൊണ്ടാണ് വിളിക്കണേ. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തിട്ടില്ല എന്നുകൊണ്ട് ആൾക്ക് വിശ്വാസമാകുന്നില്ല. ആൾ പറയുന്നത് ആളുടെ ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ കൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്നു. ചേട്ടാ ധൈര്യമായിട്ട് കൊടുത്തു, ഞാനത് എവിടെ വേണമെങ്കിലും വരാം, ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ട് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്, ബിനു അടിമാലി നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിൽ പോകണം. ഞാൻ അവിടുത്തെ സാറിനെ കണ്ടു. സാറ് എന്നെ ഡേറ്റിന് ഞാൻ ആൾക്ക് പാസ്വേഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയിട്ടുണ്ട്, എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും അത് റിമൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാറിന് അത് മനസ്സിലായി. സാറ് വിൻസിയാണ് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, സാർ നമുക്ക് ഇതെങ്ങനെയെങ്കിലും അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ നോക്കണം, നീ ഒരു കാര്യം ചെയ്യും, ഇനി ഇവിടെ ഇരുന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ സാറ് പറഞ്ഞ രീതിയിൽ പാസ്വേഡും കാര്യങ്ങൾ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടക്കുന്നില്ല. അങ്ങനെ സാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം നിൻ്റെ കമ്പ്യൂട്ടർ നല്ലതൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, അപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. അങ്ങനെ പാസ്വേഡും കാര്യം തന്നു വിട്ടു. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ ആളെ വിളിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് കിട്ടാത്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയതൊന്നുമല്ല, ഇത് ആരോ ഇങ്ങനെ അതായത് കണ്ടിന്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം പാസ്വേഡ് തെറ്റിയടിച്ച് കഴിഞ്ഞാൽ അതായത് 24 മണിക്കൂർ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ 48 മണിക്കൂറാവും. അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസേട്ടൻ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട്. ഈ ഫോണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. എന്നെ ഇടയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്തു, ജിനീഷൻ നീ തന്ന പാസ്വേഡ് തന്നിട്ട് ഇത് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ അന്ന് തന്നെ ചേട്ടൻ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയി. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് അതിന് ശേഷം ചേഞ്ച് ചെയ്ത പാസ്വേഡ് അടിച്ചാലാണ് പുതിയ പാസ്വേഡ് ആണ് അടിച്ചിട്ടുണ്ട്, അതാണ് മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്ത് ഇത് പറ്റിയ, അതായത് സംഭവം നിങ്ങൾ മനസ്സിലായില്ല. ആദ്യം ഈ പറയുന്ന ജിനേഷിനെ ഏൽപ്പിച്ചിരുന്ന അക്കൗണ്ട് പുതിയ ഫോണൊക്കെ മേടിച്ചപ്പോൾ താൻ തന്നെ സ്വന്തമായിട്ട് നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പാസ്വേഡ് താൻ വേറെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും എവിടെ അടുത്ത ഫോൺ മേടിച്ചപ്പോഴും തെറ്റി അടിച്ചപ്പോഴാണ് ഇത് വാർണിംഗ് വീഴുന്നത് 24 hour കഴിഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ബിനു അടിമാലി ആദ്യം ഈ പാസ്വേഡും ഈ പറയുന്ന മെയിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുക്കാം, അത് നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ കുറച്ച് വ്യക്തമാണ്. പിന്നെ സ്വന്തമായിട്ട് താൻ എന്തോ ആയി, അതുകൊണ്ട് തനിക്കിനി കൺട്രോൾ ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോയി. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിനു അടിമാലിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാണ്. പക്ഷേ കാലക്രമേണ അങ്ങനെ ഈ കമൻസും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് വരുന്ന ഫുള്ള് നെഗ് കമൻറ്റുകൾ എല്ലാം ജിനേഷ് ജയിപ്പിക്കുന്നതാണെന്നുള്ളൊരു ടോക്ക് വന്നു തുടങ്ങി. ടോക്ക് വന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ബോഡി ഷെയ്മിങ്ങിലും ഈ ചളിയടിക്കും നെഗറ്റീവ് വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ.
അതിന് കാലക്രമേണ ഈ ജിനേഷിന്റെ തലയെ കൊണ്ടുവച്ച് എല്ലാം കൂടി ചാരി കൊടുക്കാനുള്ള പരിപാടി നോക്കി. എന്തായാലും ബാക്കിയേക്കാം. ഡിസംബർ 24 എന്നെ ആൾ വീണ്ടും വിളിക്കണം. ആൾ വിളിച്ചിട്ട് പറയണം ആളുടെ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പോസ്റ്റ് ചെയ്തതിലൊക്കെ തെറിവിളികൾ മാത്രമേ ഉള്ളൂ. ആൾ പറയണ ആളുടെ ഫേസ്ബുക്കിലകത്ത് തെറികൾ വിളിക്കുന്നതൊക്കെ ഞാനാണെന്ന് പറയണത്. അതായത് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഒരു ഫോട്ടോയോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതായത് 40% ആളുകൾ തെറികൾ വിളിക്കാറുണ്ട്. അത് ഞാൻ ആ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കമൻറ്റ് ഡിലീറ്റ് കളയാറുണ്ട്. ഇപ്പോൾ ആൾക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പം അത് ഞാൻ ചെയ്യിക്കുന്നതാണ് ആൾ പറയണത്. അതായത് ഇപ്പം നീ വീഡിയോ എല്ലാവർക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ആളൊരു പടത്തിൻ്റെ പ്രൊമോഷൻ പോയി, ആ വീഡിയോ ഞാനാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു, അത് തന്നെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ഞാൻ കൊട്ടേഷൻ ടീമുകൾ കൊണ്ടുവരും, അതായത് നിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് പറയുന്നത്. ആൾക്ക് ഹൈക്കോടതി ജഡ്ജി, പോലീസ് ഓഫീസർ, കൊട്ടേഷൻ ടീം ഇവരൊക്കെ ആയിട്ടാണ് കണക്ഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ വാടകയ്ക്ക് ഫാമിലിയായിട്ട് താമസിക്കണ്ട, 2 പെൺപിള്ളേരാണ് എനിക്ക്. ആൾ വീട്ടിലോട്ട് കയറി വരും പറയണേ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായി. കമ്മീഷണർ ഓഫീസർക്ക് പരാതി കൊടുത്തു. മെയിൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 25-ാം തീയതി ആയിരുന്നു, ഡിസംബർ 25-ാം തീയതി ഞാൻ മെയിൽ ചെയ്യണം. പിറ്റേ ദിവസം ഞാൻ 26-ാം തീയതി സ്റ്റേഷനിൽ കൊണ്ട് അതിൻ്റെ കോപ്പി കാണിച്ചു. ആളെ വിളിപ്പിച്ചു. ആൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആൾ അവിടെ എത്തി, പക്ഷേ സ്റ്റേഷനിലേക്ക് വന്നില്ല. തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ എനിക്കെതിരെ വീണ്ടും ആൾ കംപ്ലയിൻറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അന്ന് വന്നില്ല, പിറ്റേ ദിവസം ആളെ വിളിപ്പിച്ചു. ആ 2 കേസും ആ സ്റ്റേഷനിൽ വെച്ച് കോംപ്രമൈസ് ചെയ്തു. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നേണ്ടാണ് 6 മാസം മുമ്പ്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അത് ചെയ്യാൻ പറഞ്ഞു. എന്തോന്നേ പ്യൂർ ഗുണ്ടായുസമാണല്ലോ ഇവിടെ നടക്കുന്നത്. പാവങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ലേ? തനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് തൻ്റെ കയ്യിലിരിപ്പം തൻ്റെ ചളവടിക്കും തൻ്റെ ബോഡി ഷേമിങ്ങിനായുള്ള കാര്യങ്ങൾക്കാണ് തനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. അത് മറ്റുള്ളവരുടെ നെഞ്ചത്ത് ഇടിച്ചു കയറി പട്ടി ഷോ കാണിക്കാനുള്ളതല്ല മിസ്റ്റർ അടിമാലി എന്ന് പറയുന്ന വ്യക്തി. താൻ എന്ന് അവിടെ കൊല്ലം സുധിയുടെ വീട്ടിൽ അഭിനയിച്ചിട്ടാണ്, അല്ലെങ്കിൽ സഹതാപത്തിന് വേണ്ടിയാണ് താൻ അവിടെ പോയതെന്ന് ഈ ജിനേഷിന്റെ വായിലെന്ന് വീഴുന്ന ആ സെക്കൻഡിൽ തൻ്റെ തനി നിറം എനിക്ക് മനസ്സിലായി, ശുദ്ധമായി എനിക്ക് മനസ്സിലായെന്ന് തന്നെ ഞാനിവിടെ പറയും. ഇത്രയേ ഉള്ളൂ താനൊക്കെ, മനസ്സിലായോ? എന്തായാലും സൂപ്പർ. എന്നിട്ട് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞാൽ നാട്ടുകാർക്ക് കിട്ടുക, ഇതുള്ളതല്ല, അടിപൊളി. ഒരു 9-ാം തീയതി എന്നെ ഒരു ചാനലിൻ്റെ, ഞാൻ സ്ഥിരം പോകുന്ന ചാനലാണ്, അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യമായിട്ട് വരണം, ഫോട്ടോഷൂട്ട് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം, ഉച്ചയ്ക്കാണ് ഞാൻ പോകുന്നത്. ആ ടൈമിൽ പുള്ളിക്കാരൻ അതായത് എന്നെ കണ്ടു. ഒരു 10-20 ആർട്ടിസ്റ്റും ഒരു 50 ക്രൂ, ടോട്ടൽ അവിടെ ഒരു 50 ക്രൂവിന് മേലുണ്ടാവും. ആ ടൈമിൽ എന്നെ വിളിച്ച് റൂമിൻ്റെ ഉള്ളിലോട്ട് വലിച്ച് കയറ്റി ലോക്ക് ചെയ്തു. അവിടെ നിന്ന് എന്നെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അതായത് എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് പരമാവധി വലിച്ച് കൊടുക്കാണ്ട് ഇപ്പം എന്നെ കഴുത്തിൽ പിടിച്ച് ഞെക്കി, ക്യാമറ ബാഗ് വാങ്ങി നിലത്തടിച്ചു. അത് കഴിഞ്ഞിട്ട് കഴുത്തിൽ പിടിച്ച് ഞെക്കി, എന്നെ ഉന്തി തള്ളി അവിടെ ഇട്ടു, ചവിട്ടി കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പുറത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ കഥ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്നില്ല, എന്നെ അവിടെ കഴുത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ എല്ലാവരും കൂടി ആ ഡോറ് ചവിട്ടി പൊളിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് ഇറക്കുന്നത്. അവർ ചവിട്ടി തുറക്കുന്ന ടൈമിൽ എൻ്റെ കഴുത്തിലാണ് ഞെക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എൻ്റെ ഡയറക്ടർ വന്നു, അവരോട് കൈ വന്ന് ഇവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ അത് അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ നേരെ ആ ചാനലിൻ്റെ ഹെഡിലോ അവിടെ പോയി സംസാരിച്ചു. അവർ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കഴുത്തിൽ ഞെക്കി പിടിച്ചപ്പോൾ വേദന എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ആളെ വിളിപ്പിച്ചു. ആ സാർ പറഞ്ഞു ഇതൊക്കെ ഒരു പ്രാവശ്യം കോംപ്രമൈസ് ചെയ്താണ്, വീണ്ടും എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ആ സാർ പറഞ്ഞു നമുക്ക് കേസ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് ഒന്ന് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കോംപ്രമൈസ് ചെയ്യില്ല, ഞാൻ ഒരു പ്രാവശ്യം കോംപ്രമൈസ് ചെയ്താണ്. ആൾക്ക് എന്ത് നെഗറ്റീവ് അതായത് സോഷ്യൽ മീഡിയയിൽ വന്നാലും അത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തീരുമാനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് എടുത്തു. കേസ് എടുത്ത് അത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത്. എന്തോന്നല്ല പ്യൂർ ഗുണ്ടായുസമാണല്ലോ ഈ അടിമാലി എന്ന് പറയുന്ന വ്യക്തി, പ്യൂർ ഗുണ്ടായുസമാണല്ലോ കാണിച്ചത്. പിന്നെ ഇത് അവിടെ സ്റ്റാർ മാജിക്കിന്റെ അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം കഥയൊക്കെ ചവിട്ടി പൊളിച്ചിട്ടാണ് ആൾക്കാർ ഈ പറയുന്ന പയ്യനെ അടിമാലിയൊക്കെ പിടിച്ചു മാറ്റി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ജിനേഷ് ബ്രോ, 100 അടിച്ചാൽ 1 തിരിച്ചടിച്ചാൽ എനിക്ക് സമാധാനം വരത്തുള്ളൂ. അതെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. ഉള്ള കാര്യം പറയാം, എന്തായാലും കിട്ടി. 1 കൊടുത്തിട്ട് പോകേണ്ടതായിരുന്നു. അത് അവിടെ നിലയും വിലയും, അല്ലെങ്കിൽ അവൻ അങ്ങനെ വലിയവനാണ് ഞാൻ ചെറിയവനാണ്, എൻ്റെ അധികം പൈസ ഇല്ല, ഞാൻ പാവപ്പെട്ടവനാണ്, അങ്ങനെ കോടീശ്വരനാണെന്നൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായി? ദേഹത്ത് കൈവച്ചാൽ ഏവനായാൽ കൂടി നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാതെയാണ് നമ്മുടെ ദേഹത്തൊരുത്തം കൈവയ്ക്കുന്നതാണെങ്കിൽ വെറുതെ വിടേണ്ട ഒരു കാര്യവും
എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? എന്തായാലും ജിനേഷ് ബാബു പാവമായോണ്ടായിരിക്കും മെക്കിട്ട് കയറിയത്. എന്തായാലും സ്വന്തം അടിമാലിയുടെ നല്ല അടിപൊളി വെണ്ടയ്ക്ക വെള്ളരിക്ക വിഴുക്ക് വെട്ടിയ സ്വഭാവം നാട്ടുകാർ അറിയുന്നുണ്ടല്ലോ. സൂപ്പർ. ഇത്രയും കാലം ചളുവടിയും ബോഡി ഷേമിങ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അഭിനയവും അഭിനയത്തിന്റെ മികവുറ്റ അഭിനയവും ഗുണ്ടായിസും എല്ലാം നാട്ടുകാർ അറിയുന്നുണ്ട്. പലരിടത്തും പറയാണ് എന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല, നിന്നെ കൊന്നുകളയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ആ ഷോ ഡയറക്ടർ എടുത്ത് അടക്കം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പം എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ക്യാമറയ്ക്ക് 96,000 രൂപ പണി ഉണ്ട്. 1.5 മാസമായി ഞാൻ ക്യാമറ നന്നാക്കാൻ കൊടുത്തിട്ട്. എൻ്റെ ജപ്പാനിൽ നിന്ന് സാധനങ്ങളൊക്കെ വരണം, എന്നാലാണ് ക്യാമറ അത് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അത് ടെക്നീഷ്യൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലത്തെ റിസൾട്ട് കിട്ടില്ല, അത് താഴെ വീണുകൊണ്ട് താഴെ അടിക്കുക ചെയ്ത ക്യാമറ. ഞാനിപ്പോഴും അതിൻ്റെ ലോൺ തീർന്നിട്ടില്ല. 8 ലക്ഷം രൂപയുടെ ക്യാമറയാണ്. എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെന്നെ എന്തെങ്കിലും ചെയ്ത് കളിക്കും. എൻ്റെ ജീവന് ഭീഷണിയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആളാണ് എൻ്റെ പൂർണ്ണ ഉത്തരവാദി. ഞാനത് നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. എനിക്ക് പേടി വെച്ചാൽ ആൾക്ക് അതുപോലത്തെ ബന്ധങ്ങളുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ആളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വോയിസും കാര്യങ്ങളും എൻ്റെ ഉണ്ട്. കേട്ടല്ലേ ലോണിലെടുത്ത ക്യാമറ. നിങ്ങൾക്കൊക്കെ പണം ഒരു വിലയില്ലായിരിക്കും. പാവപ്പെട്ടവന്മാർ ജീവിക്കാൻ വേണ്ടി റിലയൻസ് ആ ഫോട്ടോ 2 പെൺമക്കളെ വളർത്തി കുടുംബമായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തനിക്കൊക്കെ തൻ്റെയൊക്കെ ഗുണ്ടായുസവും പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഈ വൃത്തികെട്ട സ്വഭാവം കാണിക്കാനല്ലേ നേരം ഉള്ളൂ അല്ലേ? അങ്ങനെയാണല്ലോ പതിവ്. പാവങ്ങളുടെ നെഞ്ച് തിരിച്ചു കയറിയിട്ടാണല്ലോ ഈ ഷോ കാണിക്കുന്നത്. തന്നെക്കുറിച്ച് വേറൊരു കാര്യം, വേറൊരു സ്ത്രീ പറയുന്ന കേസ് എനിക്ക് അറിയാം. മനസ്സിലായോ? ആ സ്ത്രീയുടെ ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട്, എനിക്കത് അറിയാം. തന്നെക്കുറിച്ച് ഇനിയിപ്പോൾ കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട ഇതില്ല. പിന്നെ അതൊന്ന് വിട്ടതാ. പിന്നെ അവരും കൂടി കേട്ടിട്ട് അവർക്ക് പ്രശ്നമില്ല, പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അതാണല്ലോ അതിൻ്റെ ശരി. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. തൻ്റെ ശുദ്ധ ഗുണ്ടായുസവും ആധിപത്യമാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ബിനു അടിമാലിയുടെ ഒരു വോയിസ്, ഈ ജിനേഷിൻ്റെ അടുത്തുള്ള ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അടിമാലിയുടെ തന്നെ കേൾക്കാം. എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാണ് കോട്ടപ്പുറം അവിടെ കണ്ട് ഞെട്ടി. എന്നാ അടിമാലി എനിക്ക് പിന്നെ നമ്പറൊക്കെ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചോണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ളതാണ്. ഇനിയിപ്പോൾ എൻ്റെ ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളായിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം പറ്റും. ഞാൻ ആരും ഉപദ്രവിക്കാറില്ല. കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ച് നമുക്ക് ആരും ഉപദ്രവിക്കാം, നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം. ഈ തുച്ഛമായ ജീവിത കാലയളവിൽ ഒരുത്തിൻ്റെ അന്നം മുട്ടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. രണ്ടാമതും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തതൊക്കെ ആളുകൾ കിട്ടു തുടങ്ങി. ആവശ്യമില്ല, അതൊരു കാര്യമില്ലാതെ നമ്മളെ ഇത് ചെയ്യാനുള്ള രീതിയിലേക്ക് ആളുകൾ കിട്ടു തുടങ്ങി. ഞാനത് ജിനീഷ് ഭായിയുടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ബന്ധങ്ങളോ ഇതൊന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ പറയാം, എനിക്ക് ജിനീഷ് ഭായിയുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇതിലെ കളികളും കാര്യങ്ങളും ഒന്നും എനിക്കറിയാൻ പാടില്ല, അത് ജിനീഷ് ഭായിക്ക് അറിയാം. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണി രാജയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ചളി അടിമാലി ഉണ്ടോ, എന്നാൽ പടത്തിൻ്റെ കാര്യം പോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഞാനൊരു മരിച്ചിട്ട് തിരിച്ചു വന്നയാളാണ്. ഇനി അല്ല, ഞാൻ പറയാണ് മൊത്തത്തിൽ ഞാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഈ ഫീൽഡ് വരെ വിടാനാണ് തൃപ്തിയെങ്കിൽ ഞാനത് വിടും. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ ചേട്ടന് വരുന്ന കമന്റുകൾ രാവും പകലും ഞാൻ ഓരോ നെഗറ്റീവ് വരുന്നൊക്കെ ഡിലീറ്റ് ചെയ്ത്, അതായത് എന്തിട്ടാലും ഡിലീറ്റ് ചെയ്ത് ഇന്ന് വരെ ഞാൻ ചേട്ടനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. അല്ല, ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരും ഉപദ്രവിക്കില്ല, എന്നെ ഉപദ്രവിക്കില്ല. സൈഡിൽ കൂടെ ഫാമിലി അല്ലല്ല, വളരെ കഷ്ടപ്പെട്ട് ജിനീഷ് ഭായി നമ്മൾക്കെല്ലാം വാശി വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു എൻ്റെ സ്വഭാവം. കാരണം ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം, എൻ്റെ നാക്ക് ശരിയല്ല, എൻ്റെ പ്രവൃത്തി ശരിയല്ല. ഞാൻ എടുത്തുചേട്ടക്കാരനാണ്. നമ്മുടെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ വിജയം. തിരുവനന്തപുരത്തെ നമ്പർ 1 കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ നിങ്ങൾ വെള്ളം അടിച്ചിട്ട് ഞെട്ടിയിട്ട് എനിക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. ചേട്ടാ അതൊക്കെ പോട്ടെ, ചേട്ടൻ എവിടെ വേണമെങ്കിലും പരിശോധിച്ചു. ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി ഈ അഷ്റഫിന് വേണ്ടി ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തു കൊടുത്തത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തു. ആള് പറഞ്ഞു ഞാൻ ഗൾഫിൽ വന്നിട്ട് എനിക്കൊരു പരിപാടിയില്ല, ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ ഉണ്ടാക്കി തരാം. അതിനകത്ത് ഞാനൊരു ബിസിനസ് ഇല്ല, എന്റെ 2 പിള്ളേരാണ് സത്യം. ഇത് വിട്ട് ഞാൻ ചേട്ടൻ അത് തെറ്റിരിച്ചത് വളർന്നു വെച്ചാൽ ഞാനോട് ചോദിക്കായിരുന്നു. ഞാൻ 3 വർഷം ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായതാ. ഇനി ആരെയും കൊല്ലാനും തല്ലാനും നിൽക്കാണ്ട് ബിനു അടിമാലി എന്ന വ്യക്തിക്ക് ഇതിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തൻ്റെതായ ഒരു വെർഷൻ പറയുക പുറത്ത്. അല്ലാണ്ട് ഇനിയും തല്ലാനും കൊല്ലാനും ഭീഷണിപ്പെടുത്താനും നിൽക്കാണ്ട് ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാനുണ്ടെങ്കിൽ താൻ അത് പറയുക. അല്ലാണ്ട് പാവങ്ങളുടെ നെഞ്ചത്ത് ഇടിച്ച് കയറുക മെക്കിട്ട് കയറുക അല്ലേ ചെയ്യേണ്ടത്. എന്തായാലും എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് വ്യക്തമായി, ഞാൻ ഇടയിൽ കൂടി പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.